നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ് കോഴിക്കോട് നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതുവരെ നടന്ന കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സർവേകളെ കുറിച്ചാണ്. 2 ലെവലിൽ സർവേകൾ നടന്നു. ഒന്ന് നാഷണൽ ആയിട്ടുള്ള ചില മീഡിയ ഗ്രൂപ്പുകൾ ചെയ്തു, മറ്റൊന്ന് കേരളത്തിലെ മീഡിയ. കേരളത്തിലെ മീഡിയ, നാഷണൽ മീഡിയയിൽ ആദ്യമായിട്ട് വന്നത് ABP, അതായത് അനന്തപ്രസാർ പത്രിക ഗ്രൂപ്പിൻ്റെ. അവർ ഞാൻ നോക്കിയപ്പോൾ അവർ ചെയ്തത്, എനിക്ക് തോന്നുന്നത് അവർ LDFനാണ് മേൽക്കൈമ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം കേരളത്തിൽ എനിക്കത് ആക്സിസ് മൈ ഇന്ത്യ കുറച്ചുകൂടെ വിശ്വാസ്യതയുണ്ട്. അവർ LDFന് 104 വരെ കൊടുത്തിരിക്കുന്നു. ആദ്യം ഇത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണ്. പക്ഷേ പിന്നെ വന്ന കേരളത്തിലെ കേരള മീഡിയയുടെ മനോരമയുടെ വന്നത് LDFനെ അവർ തോൽപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം അത് വളരെ ടൈറ്റ് ഫൈറ്റാണ് ഇൻഡിക്കേറ്റ് ചെയ്തു. അതുപോലെ എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയും ടൈറ്റ് ഫൈറ്റാണ് പറയുന്നത്. LDFന് 66-78, UDF 62-72. മനോരമ വളരെ ക്ലിയർ ആയിട്ട് UDFന് മേൽക്കമേ കൊടുക്കുന്നുണ്ട്, 69-81. അതുപോലെ തന്നെ ന്യൂസ് മലയാളം LDFന് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ UDF ഹെറാൾഡ് ഫോക്കസ് കേരള, അത് എന്തോ ഒരു ഇതാണ്. ലാസ്റ്റ് ഞാൻ കണ്ടത് റിപ്പോർട്ടർ TV, അതും LDFനാണ് ചെയ്യുന്നത്. റിപ്പോർട്ടർ LDF അല്ലല്ലോ. LDF അല്ലേ? റിപ്പോർട്ടർ LDF അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. UDF തന്നെയാണ് തോന്നുന്നത് റിപ്പോർട്ടർ. ബിഗ് ടിവി UDF ആണ്. റിപ്പോർട്ടറിന്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കണ്ടത് LDFനാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ തരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു 3 മുതൽ 5% വരെ വോട്ടാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. അത് ആ ആൾക്കാർ, ആ 3 മുതൽ 5% ആൾക്കാർ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഒരു സർവേ കൊണ്ടും പറ്റുന്നതല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഞങ്ങളുടെ പല സർവേ ഞാൻ ഇൻവോൾവ് ആയപ്പോൾ കണ്ടിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന് ചില മാർഗങ്ങളുണ്ട് ഈ 3-5 കണ്ടുപിടിക്കാൻ. അത് എനിക്ക് തോന്നുന്നത് ഒരു സർവേയും അതിന് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അതല്ലേ ഇതിൻ്റെയൊക്കെ ഒരു കോൺട്രാഡിക്ഷന് കാരണം എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളുടെ ഈ സർവേകളുടെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൻ്റെ മുഴുവൻ വിധി നിർണയം ചെയ്യുന്നത് 3 മുതൽ 5% വോട്ട് ഷിഫ്റ്റാണ് ഇതുവരെ. ഈ ഇലക്ഷന് ചിലപ്പോൾ മാറിയേക്കാം, അത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അതെങ്ങനെ ഒരു സർവേ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിഷ്യന്, സെഫോളജിസ്റ്റിന് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ നമ്മൾ? തീർച്ചയായിട്ടും സാർ, ഇതിപ്പോൾ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഈ പോൾ റിസൾട്ട് സർവേ ചെയ്ത ആൾക്കാർ ചെയ്താണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ സി വോട്ടർ സർവേ മനോരമ നടത്തിയ ആൾക്കാരൊക്കെ പരിചയമുണ്ടെങ്കിലും എല്ലാവരും തന്നെ ഇവരുടെ സാമ്പിളിങ്ങിനെ കുറിച്ചൊക്കെ ഒന്നും വളരെ വ്യക്തതയില്ല. അതൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ഇവർ ഉപയോഗിച്ച മെത്തഡോളജി, ഇവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതൊന്നും ഇവിടെ റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെല്ലാവരും ഒരു ഗുണമുണ്ട്, ഒരു ചാനലും റിസ്ക് എടുക്കാൻ തയ്യാറ്. എല്ലാവരും ക്ലോസ് കോണ്ടസ്റ്റാണ് പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ നാളെ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറയാം, ഞങ്ങൾക്ക് ക്ലോസ് കോണ്ടസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സാർ നേരെ സൂചിപ്പിച്ച ആക്സിസിൻ്റെ മാത്രമാണ് ഹ്യൂജ് മെജോറിറ്റി ലെഫ്റ്റിന് കൊടുക്കുന്നത്. ഈ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു ഇവർ. മെജോറിറ്റി ഏതെങ്കിലും ഹ്യൂജ് മെജോറിറ്റിയെ കുറിച്ച് അധികം കൊടുത്തുകൊണ്ട് ഇന്ന മുന്നണി അധികാരത്തിൽ വരുന്നു പറയുന്നത്. അവർക്ക് അത് പറയാനുള്ളതില്ല. കാര്യം എല്ലാം വളരെ ക്ലോസ് ആയിട്ട് കോണ്ടസ്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു തരം പൂർണ്ണമായും ക്രെഡിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സർവേസ് ഒന്നും ക്രെഡിബിൾ ആണെന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നത്. അതൊരു പിന്നെ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചാൽ ഒരു മാധ്യമം ചെയ്യുന്നു, മറ്റു മാധ്യമം ചെയ്യുന്ന ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള വലിയ മത്സരം. നിങ്ങൾ ബിഗ് TV കൊടുത്ത റിസൾട്ട് പറഞ്ഞാൽ UDFന് ഭൂരിപക്ഷം, റിപ്പോർട്ടർ കൊടുത്തത് LDFന് ഭൂരിപക്ഷം. എന്താണ് മെത്തഡോളജി?
ഇത് ഉപയോഗിച്ച് മെത്തഡോളജി. അപ്പോൾ ഈ ചാനലുകൾ തമ്മിലുള്ളൊരു മത്സരത്തിൽ അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടാവും. കാര്യം ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഇടതുപക്ഷക്കാരനും കോൺഗ്രസ്, അപ്പോൾ അവരൊക്കെ ആ നിലയ്ക്ക് ഫ്രാഗ്മെന്റഡ് ആയ ഓഡിയൻസ് ആണ്. അപ്പോൾ ആ ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാനുള്ള പല അടവുകളും സൂത്രങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവാം. പിന്നെ ഇതിൻ്റെ അവതരണ രീതി എനിക്ക് അത്ര നന്നായി തോന്നില്ല. ചില ചാനൽ എന്തെങ്കിലും ഇലക്ഷൻ റിസൾട്ടൊക്കെ സമയത്ത് പഴയ പോലെ വ്യത്യസ്തമല്ല. ഇപ്പോൾ ഭയങ്കര ആവേശത്തിൽ ചാടി തുള്ളിയൊക്കെയാണ് ഇപ്പോൾ റിസൾട്ട് ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റിനൊക്കെ കമൻട്രി പറയുന്ന പോലെ വളരെ ആവേശത്തിൽ, അതും സ്ക്രീനിൽ വന്ന് ഭയങ്കര എന്താ പറയുക വികാര നിർഭരമായിട്ടാണ് അവർ അങ്ങനെ അവതരണ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രീപോൾ അവതരിപ്പിക്കുന്നതിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം ഇതിപ്പോൾ ഈ പ്രേക്ഷകരോടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ്, ഇവരാരും തന്നെ ഒരു മുന്നണിയുടെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ വക്താക്കളായിട്ടല്ലോ ആങ്കർ ചെയ്യുന്ന പ്രോഗ്രാം. പക്ഷെ ചില ആൾക്കാരുടെയൊക്കെ ഈ പ്രകടനം കണ്ടാൽ തോന്നും ഇവർ അത്യധികം ആഹ്ലാദം കൂടുതലാണെന്ന്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു പാർട്ടി ജയിച്ചാൽ അത് ആ പാർട്ടി ചെയ്യുന്ന ആ ശബ്ദം ഇതൊക്കെ വളരെ മാറിയത്. ഇത് കോളേജ് ക്യാമ്പസ് എനിക്ക് തോന്നുന്നു പല ഈ നമ്മുടെ ടെലിവിഷൻ അവതാരകരും കോളേജ് ജീവിതത്തിൽ മുക്തരായിട്ടില്ല. അപ്പോൾ അവർ ആ കാലത്ത് പഠിക്കുന്ന കാലത്ത് ക്യാമ്പസ് ജീവിതത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ബോധത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുണ്ടാവുന്നില്ല. നമുക്ക് ആ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥി ജയിക്കുന്നു അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥി തോക്കുന്നു, അല്ലെങ്കിൽ ആവേശം കാണിക്കുക, തുള്ളിച്ചാട്, അതിലൊക്കെ എന്താ പറയുക ഒരു ദൃശ്യമാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു അപലപനീയമായ അവസ്ഥ മാത്രമല്ല, അതൊന്നൊരു നല്ലൊരു ജേർണലിസത്തിൻ്റെ മാതൃക രൂപമല്ല. അവർ എന്തായാലും ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്ത ഡാറ്റയാണ്. ആ മാനിപ്പുലേറ്റ് ഡാറ്റ എന്തായാലും അവതരിപ്പിക്കണം. പക്ഷേ അതിൽ ഇങ്ങനെ വികാരം തള്ളുന്ന ആവശ്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ ഒരു ഭാഗത്ത് അവതരണവും ഇങ്ങനെ തന്നെ വളരെ കൃത്രിമവും വളരെ ഒരു മാനിപ്പുലേറ്റഡ് ഡാറ്റയും അവതരണവും വളരെ ആർട്ടിഫിഷ്യലായിരിക്കെ ഇതൊന്നും നമുക്ക് വിശ്വസനീയമല്ലാത്തൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ആത്യന്തികമായിട്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വേവ് ഉണ്ടോ ഇല്ലെന്ന ചോദ്യമാണ് ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാതായത്. അതൊരിക്കലും പറ്റൂല. കാര്യം ഇവരെ സംബന്ധിച്ചുള്ള ഇവര് എന്താ പറയുക എവിടെ പോയിട്ട് സർവേ നടത്തിയെന്ന് അറിയാൻ പറ്റില്ല. കാര്യം വേവ് ഉണ്ടാവുന്ന പലപ്പോഴും വളരെ താഴെ തട്ടുന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവുക. ഒരു അർബൻ വോട്ടേഴ്സിനെ പോയി 4 ഇന്റർവ്യൂ എടുത്തുകൊണ്ടൊന്നും ഒരിക്കലും ആ വേവ് കിട്ടാൻ പോകില്ല. അപ്പോൾ എറണാകുളം സിറ്റിയിൽ പോയി ഒരു ഇന്റർവ്യൂ നടത്താൽ ഈ തിരക്കുള്ള പ്രൊഫഷൻസ് എന്ത് മറുപടി പറയും? അപ്പോൾ ആ വേവ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ അതിന് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സർവേ ആവശ്യം അത് നടത്തിയിട്ടില്ല. അവർ കേരളത്തിൽ ആ വേവ് എന്ന് നേരത്തെ സാറ് വിവരിച്ച പോലെ ആ വേവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറിയ ശതമാനത്തിൽ വരുന്ന വേവ് ആയിരിക്കും. അതാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോണത്. അത് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അവർ അത്രയും എഫേർട്ട് എടുത്ത് വളരെ ഇതല്ല, ഇവർക്ക് പൊലിപ്പിക്കാൻ വേണ്ടി ഒരു ഡാറ്റ കിട്ടണം. അപ്പോൾ ഈ ഡാറ്റ തന്നെ സംശയാസ്പദമായ ഡാറ്റയാണ്. അതുകൊണ്ട് ആ വേവ് ഒന്നും അവർക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നമുക്ക് അല്ല അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സർവേ സയന്റിഫിക് സോഷ്യൽ സർവേ എന്നുള്ള ഒരു ജനറത്തെ തന്നെ കളിയാക്കുന്ന രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് പറയുന്നത്. അതിന്റെ വിശ്വസനീയത മൊത്തം ഇത് ഞാനൊരു സോഷ്യോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മളോട് ഒരു സർവേ നടത്താൻ പറയും. എന്നുവെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഈ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ എങ്ങനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാമെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു PG ഫസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വിശ്വസിച്ച് നിന്നിരുന്ന ചില പ്രോസസ്സുകളുണ്ട്. അതിനെയൊക്കെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഇത്തരം സർവേകൾ, അതായത് നാളെ മാർക്കറ്റിംഗ് സർവേ നടത്തുവാണെങ്കിൽ പോലും കേരളത്തിൽ നടത്തുവാണെങ്കിൽ ഞാൻ ഒന്ന് കണ്ടുപിടിച്ചത് ഈ മിക്ക സർവേ ഏജൻസികളും ഉപയോഗിക്കുന്നത് അവർക്കാർക്കും പെർമനന്റ് സ്റ്റാഫ് ഇല്ലല്ലോ. അവർ ഉപയോഗിക്കുന്നത് കേരളത്തിലെ സ്ഥിരം ചില സർവേക്കാരുണ്ട് എല്ലായിടത്തും. അവർ തന്നെയാണ് എല്ലാവർക്കും ഡേറ്റ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അവർ തന്നെയാണ് മാർക്കറ്റ് സർവേയിലും നാളെ ഒരു കോർപ്പറേറ്റ് മാർക്കറ്റ് സർവേ നടത്തുവാണെങ്കിൽ അവർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ഈ സർവേയുടെ ബാഹുല്യം മൂലം ചില ചില സർവേ കല്ലുകൾ ആൾക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എത്ര പേരെ ഇത് അവർക്ക് തന്നെ ഫില്ല് ചെയ്യാം. അവർക്ക് അറിയാവുന്നതിന്റെ പ്രോസസ്സ് മൊത്തം അറിയാവുന്നവരുണ്ട്. ആ ഒരു പ്രശ്നം കൂടെ ഇല്ലേ ഇതിനകത്ത്? അതിന്റെ സംശയമില്ല സാർ. അതിനകത്ത് കാര്യം ഈ ഒന്നാമത്തെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ കേന്ദ്രത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഈ സർവേയുടെ റിസൾട്ടൊക്കെ ഉണ്ടായി കൊടുക്കുന്നത്. ഇത് വീണ്ടും മെത്തഡോളജി ഒരിക്കലും നമ്മുടെ ഈ വളരെ അവതാരകർ കടന്ന് ഇങ്ങനെ തുള്ളിച്ചാടും അവർ മെത്തഡോളജിക്ക് ഒന്ന് പറയുകയും എന്താണെന്ന് ചോദിക്കണം, അതൊന്നും അവർക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് വർക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് നടന്നു, എങ്ങനെയാണ് സർവേക്ക് പോയത്, എന്തൊക്കെ തരത്തിലെ എഫേർട്ട് എടുത്തു, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എന്തൊക്കെ ചോദ്യങ്ങളായിട്ട് വഴിയിൽ ഇറങ്ങി നിൽക്കുക, ബസ്സിന് ഇറങ്ങിയവരോട് ചോദിക്കുക. ചിലതൊക്കെ ഈ സർവേക്ക് പോകുന്ന ആൾക്കാർ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഡാറ്റ ഇവരുടെ അടുത്ത് കിട്ടിയ ഇവരുടെ ഡാറ്റ ആയിരിക്കും. ഇവരത് ഫൈനൽ അനാലിസിസ് മാനിപ്പുലേഷൻ അല്ല.
ഈ ഡാറ്റ സോഴ്സ് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. കാര്യം അവിടെ ഈ ഡാറ്റ ഈ അന്വേഷണം പോകുന്ന ആൾക്കാർ എന്തെങ്കിലും ടിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഡാറ്റയായി മാറി. അപ്പോൾ അത് തന്നെ സോഴ്സിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഡാറ്റയൊക്കെ. അപ്പോൾ ഒന്നൊരു സയന്റിഫിക് അപ്രോച്ചിൻ്റെ അകത്ത് വളരെ ആലോചിച്ച് വളരെ ഇവരെ സംബന്ധിച്ച് മത്സരത്തിൽ ചാനലിന് മുമ്പിൽ എത്തണം. ഇത് നഷ്ടപ്പെട്ടാൽ അത് ആ ചാനൽ ടൈം പോവും, അവർ റേറ്റിംഗിൽ താഴെ പോകുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കാണിക്കാന്നുള്ളത്. പിന്നെ ഈ ചാനൽ നമ്മളുടെ കോമ്പറ്റീഷൻ അതിൻ്റെ അകത്ത് ഇതാവുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ചാനൽ LDF ജയം കൊടുത്താൽ മറ്റേ ചാനൽ നിർബന്ധമായി UDF കൊടുത്താൽ ആ വ്യൂവർഷിപ്പ് കിട്ടുള്ളൂ. ഇനി പക്ഷേ ഇതിൻ്റെ അകത്ത് BJP കേരളത്തിൻ്റെ അകത്ത് ഒരു സ്കോപ്പ് താരതമ്യം ഇല്ല എന്നുള്ളതുകൊണ്ട് ഇവർക്ക് BJPക്ക് സീറ്റ് അധികം കൊടുക്കാതിരുന്നത്. അല്ലെങ്കിൽ BJP ഒരു ഈക്വലി വളരെ ക്ലോസ് ആയി കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഇവർ BJPയും ജയിപ്പിച്ചേനെ. അപ്പോൾ 2031 തെരഞ്ഞെടുപ്പിൽ മിക്കവാറും BJPക്ക് ഒരു 10-100 സീറ്റ് കൊടുക്കുന്ന സീറ്റ് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് അതിൽ BJP കൊടുക്കും. കിട്ടണമല്ലോ. അല്ല, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേരളത്തിലെ 4-5 യൂണിവേഴ്സിറ്റികളുണ്ട്, അവർക്കൊക്കെ സോഷ്യൽ റിസർച്ച് ചെയ്യുന്ന വിങ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊന്നും ആരും ഒരു പ്രൊഫസറെയും ആരും ഇതുവരെ സമീപിച്ചോ ഏതെങ്കിലും മീഡിയ സമീപിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ ദാമോദരൻ? ഇല്ല, കേട്ടിട്ടില്ല. ഇപ്പോൾ പുതിയൊരു കാര്യം വരുന്നുണ്ട്, അത് സാറ് ശ്രദ്ധിച്ചു കാണും. ജേർണലിസം സിലബസുകളൊക്കെ പുതുക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിർദ്ദേശം UGC കൊടുക്കുന്നത്. അതായത് ഗവൺമെന്റ് സർവീസും കൂടി ഈ ജേർണലിസത്തിന് പഠിപ്പിക്കണം എന്നുണ്ട്. അത് ഇന്ന് വൈറൽ റിപ്പോർട്ടിന് അത് എങ്ങനെയാണ് അതിന്റെ സ്വഭാവം വരിക നമുക്ക് അറിയില്ല. കാര്യം ഗവൺമെന്റ് സർവീസ് ഒക്കെ തന്നെ ജേർണലിസത്തിന്റെ ഭാഗമായി ഈ ജേർണലിസം സിലബസിന്റെ ഭാഗമായി വരുന്നത് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റിയിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ പരിചയസമ്പന്ന ടീച്ചേഴ്സ് ഉണ്ട്. പല ആൾക്കാർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു അവിടുത്തെ പഴയ PVC ഒക്കെ തന്നെ വളരെ സ്റ്റാറ്റിസ്റ്റീഷ്യനിലേക്ക് വളരെ അദ്ദേഹം തന്നെ സ്വന്തമായി ചെയ്യുന്നത്. അതുപോലെ പല യൂണിവേഴ്സിറ്റി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പല സ്ഥലത്തുണ്ട്. പക്ഷെ അവരൊന്നും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഈ അനാലിസിസ് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ വെച്ചൊരു ടീം ഉണ്ടാക്കുകയും അവരെ കുറിച്ച് കൂടുതലാക്കുകയും ചിലപ്പോൾ പക്ഷേ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ട് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മലയാളിയുടെ മനസ്സ് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഈ ഡാറ്റ വഴി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം മലയാളി ഒരിക്കലും അങ്ങനെ റിവീൽ ചെയ്യുന്ന സ്വഭാവക്കാരനല്ല. വളരെ അപൂർവമാണ് മലയാളി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് റിവീൽ ചെയ്യുന്നത്. ഉദാഹരണം CPM വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ അത്രയും അങ്ങനെ രീതിയിൽ തൻ്റെ കാർഡ് റിവീൽ ചെയ്യാൻ തയ്യാറാൾ മാത്രമേ CPM വോട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മിണ്ടില്ല. ഇപ്പൊ CPM അതുപോലെ CPM അനുഭാവം പുലർത്തുന്ന ഇടതുപക്ഷ അനുഭാവി ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന UDF ഈ തവണ അയാൾ ഒരിക്കലും പക്ഷെ റിവീൽ ചെയ്യില്ല. അയാൾ പറയാൻ പോകുന്നത് ഞാൻ CPM വോട്ട് ചെയ്യുന്നത്, പക്ഷെ അവിടെ പോയിട്ട് ചിലപ്പോൾ മിക്കവാറും UDF ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം BJPയിലേക്ക് ചാഞ്ചാടി ചില മനസ്സിലുള്ള ആൾക്കാർ പ്രകടമായി BJP വോട്ട് ചെയ്യുന്നു പറയണമെന്നില്ല. അവർ ഇടതുപക്ഷം UDF ഒക്കെ ആയിരിക്കാം. അപ്പോൾ മലയാളിയുടെ മനസ്സിനങ്ങനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വിദ്യ ഇതുവരെ ഡിവൈസ് ചെയ്തിട്ടില്ല ലോകത്തെവിടെയും. അതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല. മലയാളിയുടെ സ്വഭാവം സാറിന് അറിയാലോ, അത് അങ്ങനെയല്ല, വളരെ ആലോചിച്ച് തന്ത്രപൂർവ്വം മറുപടി പറയുന്നൊരു സ്വഭാവമുള്ള ആളാണ്. അപ്പം അങ്ങനെ മലയാളി അങ്ങനെയൊന്നും വന്നൊരു അജ്ഞാതനായിട്ടൊരു വ്യക്തി, ഒരു പരിചയസമ്പന്നനാണ് അജ്ഞാതനായ ഒരു വ്യക്തി കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടനെ അയാളോട് കൃത്യമായ ഉത്തരം ഞാനിതാ മുഖ്യമന്ത്രി ഇന്നയാളാവണമെന്ന് ആഗ്രഹം, ഇന്ന പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോണത് എന്നൊന്നും റിവീൽ ചെയ്യാനുള്ള സാധ്യത വളരെ തുലവും കുറവാണ്. അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളുടെ വ്യത്യസ്തമാണ്. മലയാളിയുടെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ ധാരണയുള്ള സ്വഭാവം അയാൾക്കുണ്ട്. ഈ മലയാളികൾ പൊതുവെ അങ്ങനെ ഒരു ധാരണയുള്ളവരാണ്. പിന്നെ ഓരോരുത്തർക്കും അവരുടെ പലതരം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, പല പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റു തരം ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതൊന്നും ക്യാപ്ചർ ചെയ്യാൻ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയ്ക്ക് സാധിക്കുന്ന കാര്യത്തിൽ നമുക്ക് ആ ചോദ്യങ്ങൾ കണ്ടാലേ മനസ്സിലുള്ളൂ. ആ ചോദ്യങ്ങളൊന്നും അവർ പറയുന്നില്ല എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, എല്ലാം ഇൻഡയറക്റ്റ്ലി അത് മനസ്സിലാക്കി എടുക്കുക, അങ്ങനെയാണ് എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെ വളരെ കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. വേറൊന്നുണ്ട്, ഇപ്പോൾ വെസ്റ്റേൺ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് സോമാറ്റിക് പ്രൊഫൈലിംഗ് ഓഫ് ദ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. എൻ്റെയും താങ്കളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം യു ക്യാൻ റെഡ്യൂസ് വാട്ട് ഈസ് യുവർ പൊളിറ്റിക്കൽ ലീനിങ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഏത് രീതിയിലുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ ഒരു ഏജൻസി ചെയ്യുകയും ഫേസ്ബുക്കിൻ്റെ സമ്മതമില്ലാതെ ചെയ്യുകയും അങ്ങനെ ഫേസ്ബുക്ക് ഓപ്പോസ് ചെയ്ത് ഒരു പ്രശ്നങ്ങൾക്ക് തന്നെ ഉണ്ടായി. ഇപ്പം ഫേസ്ബുക്ക് നേരിട്ട്, ഞാൻ കേൾക്കുന്നത് ഫേസ്ബുക്ക് നേരിട്ട് അങ്ങനെയുള്ള സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പലപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് സർക്കാരുകൾ ടേക്ക് ഡൗൺ, ഇപ്പം 3 മണിക്കൂറിനാം സർക്കാർ ഓർഡർ ഇടുവാണെങ്കിൽ ഇന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവർക്കത് വാച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അവർക്ക് കൃത്യമായി അറിയാൻ പറ്റും അവർക്ക് 1,00,000 പേരുണ്ടെങ്കിൽ അതിൽ എത്ര പേര്
ഇടതുപക്ഷ ലീനിങ് ഉള്ളവരാണ്, എത്ര പേര് കോൺഗ്രസിനെ, എത്ര പേര് BJPയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നൊക്കെ എനിക്കൊന്ന് ഇതെല്ലാം കൂടെ വെച്ചൊരു കോമ്പിനേഷനാണ് ഇനിയും ചെയ്യേണ്ടത്. വെറും സർവേ കൊണ്ട് നമ്മളുടെ മലയാളിയുടെ മനസ്സ് താങ്കൾ പറഞ്ഞ പോലെ അളക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് മലയാളിയെ ചുറ്റുമുള്ള അദ്ദേഹം ചെയ്യുന്ന ഇടപാടുകൾ നടത്തുന്ന എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്ന ഒരു ഏകദേശ രൂപം പോലും കിട്ടത്തുള്ളൂ. അത് തന്നെ കംപ്ലീറ്റ് ആകണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ചാനലുകളെ ഈ സർവേ പ്രഹസനം നിർത്തേണ്ട സമയമാണെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് അവരെ അത് നിർത്താൻ വഴിയില്ല, അതവർ നിർത്താൻ വഴിയില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താണ് അവർ റേറ്റിംഗ് വരുത്താനും വ്യൂവർഷിപ്പ് നിലനിർത്താനും അവർക്ക് വലിയൊരു ഉപാധിയാണ്. അതുകൊണ്ട് അവരിത് പിന്നെ ഞാൻ ഈ ചാനൽ നമ്മുടെ സർവേക്ക് എതിർക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നു. കാര്യം അത് മറ്റവരുടെ ന്യൂസൊക്കെ പോലെ ഇപ്പം നമ്മളിപ്പോൾ ന്യൂസ് എല്ലാം വിശ്വസിക്കണമെന്നില്ലല്ലോ. ന്യൂസിനെ പലതും മാനിപ്പുലേറ്റഡ് ആണ്. അപ്പൊ സർവേ നമുക്കൊരു നമ്മുടെ എന്റർടൈൻമെന്റ് ആണിത്. അതുകൊണ്ടാണ് ഇവർ ചാടിക്കൊള്ളുന്നത്. അതായിരിക്കും ഒരു എന്റർടൈൻമെന്റ് വാല്യൂ. നമ്മളിത് കാണുന്നു, രസിക്കുന്നു, നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിന് നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് ആരും സർവേ കാണുന്നുണ്ട്. അതാണ് ഇതൊരു അൾട്ടിമേറ്റ്ലി അത്യന്ത വിശകലനത്തിൽ ഇൻഫോർടൈൻമെന്റ് ആയിട്ട് ഇത് മാറി കഴിഞ്ഞു. ഇലക്ഷൻ എന്ന ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഒരു പാർട്ടായി ഈ സർവേകൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയാം. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും